കടൽ കാണാൻ പോയാലോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ പോവാറുണ്ട് കേട്ടോ. അവിടെ ബീച്ചിൽ എനിക്ക് ഭയങ്കര റഷാണെങ്കിലും അവിടെ പോകുന്നതും ചായ കുടിക്കുന്നതും ആൻഡ് ആ തിരമാല നോക്കി കുറച്ച് സമയം നിൽക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര റിലാക്സിങ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ ബീച്ചിൽ പോകാനായിട്ട് സൺസെറ്റ് കാണാൻ അതിലേറെ ഇഷ്ടമാണ്. പക്ഷെ ഇത്തവണ സൺസെറ്റ് ചെറുതായിട്ട് മിസ്സായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. പിന്നെ ചെറുതായിട്ട് എന്തോ എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റേതായ സാധനങ്ങളൊക്കെ കണ്ടു. പിന്നെ ഒന്ന് കുതിരേനെ തൊടാനുള്ള ആഗ്രഹം കൊണ്ട് പോയതായിരുന്നു. കുതിരനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. പിന്നെ അതിൻ്റെ ആശാനോട് പറഞ്ഞപ്പോൾ അവൻ തൊടാൻ വേണ്ടി സമ്മതിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ചായ കുടിക്കാൻ പോയി. കോളിഫ്ലവർ പൊരിച്ചതും മുളക് ബജിയും ചായയായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അത് മാക്കം കഴിച്ച ശേഷം ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ഈ ഐശ്വര്യതയുടെ കട കണ്ടത്. അപ്പോൾ ഒന്ന് കയറി നോക്കി ഒരുത്താൻ. പക്ഷെ വിചാരിച്ച അത്ര എളുപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഈ അടുക്കളയിൽ പാത്രം കഴിക്കും അത്ര ശീലമുള്ളതെന്ന് ചേട്ടൻ ഒരതെന്ന് കണ്ടപ്പോൾ അതിൻ്റെ പവർ എനിക്ക് മനസ്സിലായത്. എന്തായാലും നമ്മളെ കൂടെ നടക്കില്ല എന്ന് കണ്ടപ്പം ഒരു ഗ്ലാസ് ഐശ്വര്യതി വാങ്ങി കഴിച്ചു, ഉപ്പിലിട്ടതും കഴിച്ചു. മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കുമ്പോഴാണ് അമ്പലത്തിൽ പാട്ട് കേട്ട് കയറിയതായിരുന്നു ഫുഡ് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ട്. പക്ഷേ ഞങ്ങൾ നിരാശരായി. അവിടെ നവരാത്രിയുടെ ആഘോഷമായിട്ട് ഡാൻസ് പരിപാടിയൊക്കെ നടക്കായിരുന്നു. പിന്നെ കുറച്ച് സമയം അത് കണ്ടു നിന്നു. ഡാൻസ് കണ്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തു. പിന്നെ എന്ത് ചെയ്യാൻ, രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. ഉഷാറായി. ഇനി ഒന്നും നോക്കാനില്ല, നേരെ അങ്ങ് നടക്കന്നെ. അപ്പോൾ ഇന്നേക്ക് എത്രയേ ഉള്ളൂ. ബായ്.